നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ദുബായ് 15ാം സ്ഥാനത്ത്. ഹ്യൂമൻ ക്യാപിറ്റൽ കൺസൾട്ടൻസിയായ മെർസർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ദുബായിൽ പ്രവാസികൾ കൂടുതൽ പണം ചെലവാക്കുന്നത് വാടക ഇനത്തിലാണ്. ആഗോളതലത്തിൽ ഹോങ്കോങ് ആണ് ഒന്നാമത്, രണ്ടാമത് സിംഗപ്പൂരാണ്. സൂറിച്ച്, ജനീവ, ബാസൽ എന്നിവയാണ് തൊട്ടുപിറകിൽ. അതേസമയം നൈജീരിയൻ നഗരങ്ങളായ അബുജ, ലഗോസ് എന്നിവയും ഇസ്ലാമാബാദും ഏറ്റവും ചെലവ് കുറഞ്ഞ നഗരങ്ങളുടെ പട്ടികയിലാണ്. ജൂലൈ 1 മുതൽ ദുബായ് മാളിൽ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തുന്നു. 20 ദിർഹമാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് 1000 ദിർഹമാണ്. ആദ്യ 4 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമാണ്. 4 മണിക്കൂർ പിന്നിട്ടാൽ 20 ദിർഹം നൽകണം. അതേസമയം വാരാന്ത്യ അവധി ദിവസങ്ങളിൽ 6 മണിക്കൂർ വരെ സൗജന്യമായിരിക്കും. എന്നാൽ 7 മണിക്കൂർ കടന്നാൽ 80 ദിർഹം ഈടാക്കും. സാലിക്കുമായി ചേർന്നാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത്. പണം സാലിക് അക്കൗണ്ടിൽ നിന്നാണ് ഈടാക്കുക. UAE നിഷ്കർഷിക്കുന്ന കൃത്യമായ ചട്ടങ്ങൾ പാലിക്കാതെ മരുന്നുകൾ കൊണ്ടുവന്നാൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സ്വന്തം ഉപയോഗത്തിനുള്ള മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും UAEയിലേക്ക് കൊണ്ടുവരാൻ ഈ പെർമിറ്റ് സംവിധാനം നിലവിലുണ്ട്. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി അനുമതിയെടുത്ത് കൊണ്ടുവരാം. 6 മാസത്തേക്കുള്ള മരുന്നുകൾ ഇപ്രകാരം കൊണ്ടുവരാവുന്നതാണ്. നിയന്ത്രിത മരുന്നുകൾ പ്രത്യേക അനുമതി തേടി പരമാവധി 3 മാസത്തേക്ക് കൊണ്ടുവരാം. എമിറേറ്റ്സിലെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളും സ്മാരകങ്ങളും സംരക്ഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു ദുബായ് പോലീസ്. ഹെറിറ്റേജ് പോലീസ് എന്ന പുതിയ സംവിധാനത്തിൽ സഹകരിക്കുന്നതിന് ദുബായ് പോലീസും സാംസ്കാരിക വകുപ്പായ ദുബായ് കൾച്ചറും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സന്ദർശകർക്ക് നല്ല അനുഭവങ്ങൾ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം. അൽഷിന്തക പൈതൃക ഗ്രാമം, ഹത്ത ഹെറിറ്റേജ് വില്ലേജ് തുടങ്ങി ദുബായിലെ പ്രധാന സ്ഥലങ്ങളിലാണ് ഹെറിറ്റേജ് പോലീസിനെ വിന്യസിക്കുന്നത്. ഖത്തറിൽ ചൂട് 50 ഡിഗ്രി സെൽഷ്യസിനടുത്തെന്ന റിപ്പോർട്ട്. താപനില ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. പകൽ താപനില 41 ഡിഗ്രി സെൽഷ്യസിനും 48 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ നിന്നെത്തിയ ഹജ്ജ് തീർത്ഥാടകരുടെ മടക്കം ശനിയാഴ്ച ആരംഭിക്കും. തിരക്കൊഴിവാക്കാൻ ഹജ്ജ് മന്ത്രാലയം ഓരോ സർവീസ് കമ്പനിക്കും മിനായിൽ നിന്ന് മടങ്ങുന്നതിന് പ്രത്യേക സമയം അനുവദിച്ചിരുന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ മലയാളി ഹാജിമാർ അധികവും ബുധനാഴ്ചയോടുകൂടി തന്നെ മടങ്ങിയിരുന്നു. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.